ഓം ഭുവനേശ്വരി നമ. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കുകയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിനെ രാശിപ്രകാരം ജാതകപ്രകാരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ശത്രുത ഉള്ളവന്റെ മനസ്സിലാണ് ശത്രു ഇരിക്കുന്നത് എന്ന് നമ്മൾ ഒരു വായ്മൊഴിയായിട്ട് നമ്മൾ പറയാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറുക. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ശത്രുത ചിന്താഗതികൾ നമ്മൾ കാണുക എന്നത്. ഈ ശത്രുതാഭാവം ഒരാളിൽ ഉടലെടുക്കുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തമായി ജീവിക്കുമ്പോഴാണ് ഒരു ശത്രുവിനെ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ശൈലിയിലുണ്ടാകുന്ന വ്യത്യാസം, പ്രത്യേകിച്ച് നമ്മുടെ ഒരു പോസ്റ്റ് സ്റ്റൈലിൽ നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ സമ്പത്ത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക, അധികാര പദവികൾ നമ്മൾ ഉണ്ടാകുക, അധികാര മാറ്റം, ഒരു സ്ഥാനത്തു നിന്ന് വേറെ സ്ഥാനത്തേക്ക് നമ്മൾ മാറുകയോ അല്ലെ മാറ്റപ്പെടുകയോ ചെയ്യപ്പെടുക, അതുപോലെ ബുദ്ധിവൈഭവങ്ങളോടുകൂടി പെരുമാറുക, നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ, അംഗീകാരങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് ഒരു ശത്രുത അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ശത്രുതാ മനോഭാവം സൃഷ്ടിക്കപ്പെടുകയും നമ്മളത് കാണുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ശത്രുതാ മനോഭാവം ഉള്ളത് കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എളുപ്പം നമ്മളെ ചതിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളോട് സമീപിക്കുന്ന ആൾക്കാർ അവർക്ക് ശത്രുതയുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അതനുസരിച്ച് പ്രിക്കോഷൻസ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതും വളരെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാശിപ്രകാരം ജാതകപ്രകാരം നമ്മൾ കൂടെ സഹകരിക്കുന്ന ആൾക്കാർ നമുക്ക് മോശമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുക, നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം, സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മളെ നിർജീവമാക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ശത്രുത ദോഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അനുഭവങ്ങൾ കൊണ്ട് തന്നെ പറയുന്നതാണ്, അല്ലാതെ ചുമ്മാതെ ഒരാള് ശത്രുവാണ് എന്ന് പറയുന്ന ഒരു ഭാഗമല്ല. നമ്മുടെ അനുഭവത്തിൽ അവരുടെ പെരുമാറ്റം, അവരുടെ ശൈലി, അവരുടെ രീതികൾ ഒക്കെ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഒരു മുൻകൂട്ടി ഒരു ചിന്താഗതിയിൽ നമ്മൾ അവരോട് പെരുമാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. സാമാന്യമായ ഒരു ബുദ്ധിമതി. അപ്പോൾ നമ്മൾ ഈ രാശിപ്രകാരം ജാതകപ്രകാരം നമ്മൾ ഇന്നയാളാണ്, ഇന്ന രീതിയിലാണ്, ഇന്ന അനുഭവമാണ് നമുക്ക് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വേണ്ട ഒരു പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് ജാതകപ്രകാരം രാശിപ്രകാരം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നാം ഭാവത്തിൽ പ്രത്യേക രാശി നോക്കുമ്പോൾ ഒന്നാം ഭാവം, അവിടെ നിൽക്കുന്ന ഭാവാധിപനായി നിൽക്കുന്ന ഗ്രഹം, 12ാം ഭാവം, 12ാം ഭാവാധിപനായി നിൽക്കുന്ന ഗ്രഹം ചന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ, മനസ്സുകാരകനാണല്ലോ. മനസ്സാണല്ലോ ഈ ശത്രുത സൃഷ്ടിക്കപ്പെടുന്നത്. നല്ലതാണേലും ചീത്തയാണേലും മനസ്സിനാണ് തോന്നേണ്ടത്. അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്ന ഭാഗം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ശത്രുവിനെ സൃഷ്ടിക്കപ്പെടുന്ന ഭാവങ്ങളാണ്. എന്നാൽ ഈ ഭാവങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നാം ഭാവം, ഒന്നാം ഭാവാധിപ ഗ്രഹം, 12ാം ഭാവം, 12ാം ഭാവാധിപ ഗ്രഹം, ചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം, ഈ ഭാവങ്ങളിലൊക്കെ പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ ശത്രുക്കൾ മൂലം നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും